എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ പറ്റിയ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഡിന്നറിന് രാത്രിയിലത്തേക്കാണ്. ഇത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇതിന് എടുക്കുന്നത് റവയൊന്നുമല്ല, അരിപ്പൊടിയല്ല, നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫൈബറൊക്കെ ധാരാളം ഉണ്ട്. ഇതൊന്ന് പിന്നെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുമല്ലോ, അപ്പോൾ അതിനൊന്ന് കുതിർത്തി ഒന്ന് സോക്ക് ചെയ്ത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് നമ്മൾ കുക്കർ ഉപയോഗിച്ചാണെങ്കിൽ ഒട്ടും താമസമില്ലാതെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ കുക്കറിലിട്ടാണ് ഈ നുറുക്ക് ഗോതമ്പ് വേവിക്കുന്നത്. പിന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും പറ്റും, ഡിന്നറിനും പറ്റും. ഇത് കറിയൊന്നും പ്രത്യേകിച്ചില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ കറി നമുക്ക് ഉണ്ടാക്കാൻ സമയമുണ്ടെങ്കിൽ കറിയും കൂടി കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ പഴം ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം. വെജിറ്റബിൾസ് ആണെങ്കിൽ ക്യാരറ്റോ ബീൻസ്, പിന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇതിനെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കുകയും ചെയ്യാം. പിന്നെ ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇത് വളരെ നല്ലതാണ്. കാരണം ഇത് ഗോതമ്പാണ്. പിന്നെ അതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് നഷ്ടമാകുന്നില്ല. പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത് വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ആയിട്ട് നമുക്ക് എടുക്കാം. ഈ റെസിപ്പി എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടത്. വളരെ നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം, അത് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരൂ. ഇത് 1/2 കപ്പ് ബ്രോക്കൺ വീറ്റാണ്. ഇത് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനാണ്. ആദ്യമേ തന്നെ നമ്മളിതൊന്ന് കുതിർത്താൻ വയ്ക്കണം. അതിന് വെള്ളം ഒഴിച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് 1/2 മണിക്കൂർ വയ്ക്കാം. ഇതിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു 2-3 വട്ടം കഴുകിയിട്ട് വയ്ക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. 3-4 പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. ഇനിയും ഇത് കുറച്ച് സമയം, 1/2 മണിക്കൂറെങ്കിലും ഇവിടെ ഇരിക്കട്ടെ. ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ചേക്കാം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നല്ലപോലെ കഴുകിയൊക്കെ വെച്ചിരുന്നതാണ്. നമ്മൾ 1/2 കപ്പാണ് ബ്രോക്കൺ വീറ്റ് എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വയ്ക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ഗോതമ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കൃത്യമായിട്ടായിരുന്നു വെള്ളം, അതുകൊണ്ട് ഒട്ടും വെള്ളം ബാക്കി വന്നിട്ടില്ല. നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഞാൻ എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് നോക്കിക്കോ. കുറച്ച് ബീൻസ്, 1 ക്യാരറ്റ്, 3-4 ചെറിയ ഉള്ളി,
ഒരു സവാള, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, ഇഞ്ചി. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം എല്ലാം. എല്ലാം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള, ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ്, ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കണം. ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ബീൻസ്, ഇനിയും സവാള എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിനിട്ട് കൊടുക്കാം. നമ്മൾ നുറുക്ക് ഗോതമ്പ് വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റബിൾസിനൊരു ചെറിയ ഇത് കിട്ടാനായിട്ട് ഉപ്പിട്ട് കൊടുത്തു. വെജിറ്റബിൾസ് എല്ലാം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് വേവിച്ചതിട്ട് കൊടുക്കാം. കണ്ടോ? ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു മിനിറ്റ് മതി. നമ്മുടെ ബ്രോക്കൺ വീറ്റ് വെജ് ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് പകർത്താം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കഴിക്കുകയും ചെയ്യാം. പഴം കൂട്ടി കഴിക്കാം വേണമെങ്കിൽ, ഇല്ല കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. ഹെൽത്തി ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവ് കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും ഉണ്ടാക്കി നോക്കാറുണ്ടോ ഇതുപോലെ? ഇല്ല എങ്കിൽ നിങ്ങളിതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.